ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ. അപ്പോൾ ഫ്ലവറിൻ്റെ ബേസ് വരക്കാനായിട്ട് ആദ്യം 2 ലീഫ് ഇതേപോലെ 2 സൈഡൊക്കെ ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ 2 ലീഫിൻ്റെ ഇടയിലിരുന്ന ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൽ ഇതുപോലൊരു മഴത്തുള്ളിൻ്റെ ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഔട്ട്ലൈനും കൂടെ വരക്കുക. എന്നിട്ട് ആ മഴത്തുള്ളിൻ്റെ ചുറ്റിലും ഇതേപോലെ 3 പെറ്റൽ വരച്ചു കൊടുക്കുക. ഇപ്പം നമുക്കൊരു ചെറിയ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി ആ ഒരു ഫ്ലവറിന് ഉള്ളിൽ നിൽക്കുന്ന രീതിക്ക് അതിൻ്റെ ചുറ്റിലായിട്ട് ഇതേപോലെ വലിയ പെറ്റൽസ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ 3 ഇതളുകളായിട്ട് നിൽക്കുന്നൊരു ടൈപ്പ് പെറ്റലാണ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ പെറ്റൽ വരച്ചതിന് ശേഷം ആ ഒരു ഫ്ലവറിന് ഇതേപോലെ ഔട്ട്ലൈൻ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഔട്ട്ലൈൻ വരച്ചെടുത്തതിന് ശേഷം ആ ഫ്ലവറിനെ കുറച്ചിട്ടിട്ട് ഇതേപോലെ ലൈറ്റായിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ ഡോട്ട് ഇട്ടിട്ട് ഒന്ന് ഷേപ്പ് വരച്ചെടുത്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ ലൈറ്റായിട്ടൊരു ലൈന് വരച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് മാറ്റി വരക്കാം കേട്ടോ. അങ്ങനെ ആ ഷേപ്പ് വരച്ചതിന് ശേഷം ആ ഒരു ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ ഇതേപോലെ വലുതും ചെറുതുമായിട്ടുള്ള ലീഫ് ഇങ്ങനെ ഓരോ ഡയറക്ഷൻക്കാക്കിയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലീഫ് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും വരക്കാം കേട്ടോ. ഏത് സൈസിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരച്ചു കൊടുക്കുക. ഓരോ റൂട്ട് അനുസരിച്ചിട്ട് ലീഫിൻ്റെ ഷേപ്പിലും സൈസിലും മാറ്റം വരുത്തിയിട്ട് നമുക്ക് വരച്ചു കൊടുക്കുക. ചില സ്ഥലത്ത് വലിയ ലീഫ് വരക്കാനുള്ള സ്പേസ് ഉണ്ടാവും, ചിലയിടത്ത് ചെറിയ ലീഫ് വരക്കാനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് വലുതും ചെറുതായിട്ടുള്ള ലീഫ് ഇങ്ങനെ ഈ ഒരു ഔട്ട്ലൈനിൻ്റെ ഉള്ളിൽ ഈ ഒരു ഷേപ്പിലായിട്ട് വരച്ചെടുക്കുക. അപ്പോൾ താഴ്ഭാഗത്തേക്ക് വരക്കുമ്പോൾ താഴ്ഭാഗത്തേക്ക് ഈ ഒരു ലീഫ് നിൽക്കുന്ന രീതിക്ക് വരച്ചു കൊടുക്കുക. ഇനി മേലേക്ക് വരക്കണമെങ്കിൽ അങ്ങനെ വരച്ചു കൊടുക്കുക, സൈഡിലേക്ക് വരക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ വരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് വരച്ചു കൊടുത്താൽ മതിയെന്ന് മാത്രം. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ ചെറിയ സ്പേസൊക്കെ ഉണ്ടാവും, അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയ ലീഫൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വരച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഫ്ലവറില്ലേ, അതിൻ്റെ പെറ്റൽസിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ലൈറ്റായിട്ടാണ് അവിടെ ഷെയ്ഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പെറ്റലിൻ്റെ ഉള്ളിൽ ഫുള്ള് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആ ഒരു ഫ്ലവറിൻ്റെ പെറ്റൽസൊക്കെ ഇതേപോലെ ഒന്ന് നമ്മൾ ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പെറ്റൽസൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ബോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏറ്റവും മേലത്തെ ഭാഗം ഒന്ന് നല്ലോണം ബോൾഡാക്കിയിട്ടും പെറ്റലിൻ്റെ താഴെ ഭാഗം വരുമ്പോൾ വളരെ ലൈറ്റായിട്ടും വരച്ചു കൊടുക്കുക കേട്ടോ. താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കണ്ടോ ഇങ്ങനെ കട്ടില്ലാണ്ട് വരച്ചു കൊടുക്കുക, മേലെ ഭാഗത്ത് കുറച്ച് കട്ടിയിൽ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഈ നമ്മൾ ആദ്യം വരച്ചിട്ടുള്ള ഈ ഒരു ലീഫില്ലേ, അതിൻ്റെ ഉള്ളൊന്ന് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ മേലുള്ള പെറ്റൽസിൻ്റെ ഉള്ളൊന്ന് ജസ്റ്റ് ഇങ്ങനെ ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യാം. അതിനുശേഷം നമ്മൾ മേലെ വരച്ചിട്ടുള്ള ഒരു ലീഫിൻ്റെ ഔട്ട്ലൈൻസ് ഇല്ലേ, അതിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാ ലീഫിൻ്റെ ഉള്ളും അതിൻ്റെ ഓരോ സൈസ് അനുസരിച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഔട്ട്ലൈനിൻ്റെ ഉള്ളിലാണല്ലോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് പുറത്ത് പോവാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിക്ക് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് ഫിംഗർക്കുള്ള ഡിസൈനാണ് കേട്ടോ. ആ ഫിംഗറിൽ നമ്മൾ ഡിസൈൻ വരക്കുമ്പോൾ താഴെ ഏത് ഡിസൈനാണോ വരച്ചിട്ടുള്ളത് ആ ഒരു ഡിസൈന് പെയർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഫിംഗറിൽ ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ വരച്ചിട്ടുള്ള ആ ഒരു ലീഫില്ലേ, അത് ഫിംഗറിൻ്റെ ആ ഒരു ടിപ്പിൽ കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ താഴേക്ക് പറയുമ്പോൾ ആ ഒരു ഫിംഗറിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ ഓരോ ഫിംഗേഴ്സിലും ലീഫ് വരച്ചെടുക്കുന്നത്. അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒരു ലീഫിൻ്റെ വരി നിൽക്കുന്ന രീതിക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം വരച്ചിട്ടുള്ള ഒരു ലീഫിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ താഴെ ചെയ്തിട്ടുള്ള അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഫിംഗേഴ്സിലെയും ലീഫ് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ ലീഫ് ഫില്ല് ചെയ്ത് എടുത്തതിന് ശേഷം ആ ലീഫ് വരച്ചതിൻ്റെ മേലെ ഭാഗത്ത് കുറച്ച് സ്പേസ് വരുന്നില്ലേ, ആ സ്പേസിൽ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു
സ്കിന്നിൻ്റെ ഭാഗം കാണാത്ത രീതിക്ക് ഫുള്ള് കവർ ചെയ്തിട്ട് വേണം ഈ ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലുള്ള മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നാൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഡിസൈനിൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്.